അയാളോട് പറഞ്ഞു എൻ്റെ മഹാഭാബി എനിക്ക് ഈ പല്ലൊന്ന് പൊരിച്ചു തരുമോ, നീ ഞാൻ എൻ്റെ വീട്ടിൽ പോട്ടായിരുന്നു, എനിക്കൊന്ന് പല്ല് പൊരിച്ചാന്ന് പറഞ്ഞു. ഇയാൾ വിടുന്നേയില്ല. ഇയാൾ പിന്നെ ഈ റൂമിലിരുന്നിട്ട് ഞാൻ നോക്കുമ്പോഴെന്ന് അറിയാം നമ്മളെ സംഗീത തിയേറ്ററിൽ പോയിട്ട് നമ്മൾ സിനിമ കാണുന്ന പോലെയാന്ന് നടന്ന്. ഞാൻ ഒറ്റയ്ക്കുണ്ട്, ഒരു സിസ്റ്ററും ഉണ്ട്, അതുപോലെ ഈ പഹയനാണെങ്കിൽ വലിയ ബഡ്ഡി എടുത്തിട്ട് ഇങ്ങനെ പഠിപ്പിക്കല. ഞാൻ പറഞ്ഞു എൻ്റെ മഹാഭാബി എൻ്റെ കയ്യിലാകെ 500 ഉറുപ്പിയേ ഉള്ളൂ, ഇതൊന്ന് പൊരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പണിക്ക് പോയെന്ന് പറഞ്ഞായിരുന്നു. ഒരു തരത്തിൽ ഇയാൾ കേൾക്കത്തില്ല. ഇയാൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്നോട് ഈ മോണ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടത്തേക്ക് വെക്കുമ്പോൾ ആ മോണി എടുത്തിട്ടാണ് നമ്മൾ മുകളിലത്തേക്ക് വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ക്ലാസ്. ഞാൻ പറഞ്ഞു എൻ്റെ ഏട്ടമോസറെ ഞാൻ വരാം, എനിക്ക് തിരക്കുണ്ട്. പോകാനായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എന്നെ വെളിയിൽ കൊണ്ടുവന്നു. അപ്പോഴും പല്ലി വേദന എടുത്തിട്ട് നമ്മളിങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കലാണ്. ഈ കുരിപ്പം ഇത് പൊരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടാൻ കഴിയുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴേ അവനോട് ചോദിച്ചു ഇതിനെല്ലാം എത്രയാ പൈസ ചോദിക്കും. ഇത് 25,000 രൂപ. ഇപ്പം നമ്മൾ കുറവാണ്, 25,000 രൂപ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ബോധാടെ പോയി. എന്റെ കൂടെ ഉണ്ടായിരുന്നത് അനിയൻ ഫസലാണ്. അവനോട് സർജറി എക്സ്പെൻസിന്റെ കാര്യം സംസാരിക്കാൻ ഡ്യൂട്ടി മാനേജറെ കാണാൻ പറഞ്ഞു. ഒരു മനസാക്ഷി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം വേറെ ഒന്നുമല്ല, അതായത് RJ അന്തു എന്ന് പറയുന്ന ഒരാളുടെ ഒരു വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നത് എന്താ വെച്ചാൽ അയാൾ എവിടെ നിന്നോ ഒന്ന് സ്കിഡായിന്നോ, അത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂരിൽ ഏതോ ഒരു ആശുപത്രി പോയിന്നോ, അവിടെ നിന്ന് 2 ലക്ഷം രൂപ വേണം ഹോസ്പിറ്റൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട്, അതായത് ഇത് ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോഴേ ഇയാൾ ബോധം കെട്ട് വീണു. ഇയാൾ അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ അകത്ത് നമ്മുടെ അനന്തു വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് പ്രതികരിച്ച രീതി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തു വ്ളോഗ്സ് പറയുന്നത് വെച്ചാൽ ഡോക്ടർ വെല്ലുവിളിക്കുന്നു, ഡോക്ടർ അവനെ വെല്ലുവിളിക്കുന്നു, 10 ലക്ഷം രൂപ ഞാൻ തരും ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ വീഡിയോ ഓഫാക്കിയിട്ട് കണ്ടം വഴി ഓടേണ്ടിരുന്ന ഡോക്ടർ പറയുന്നത്. ആദ്യം തന്നെ ഡോക്ടറോട് പറയും എൻ്റെ പൊന്നു ഡോക്ടർക്ക് ആ ഇട്ടാവട്ടത്തിലുള്ള ആശുപത്രി മാത്രമേ അറിയുള്ളൂ. നല്ല രീതിയിൽ ചികിത്സ പിഴിഞ്ഞെടുക്കുന്ന ആശുപത്രി ഉണ്ട്. ഒരു ചെറിയൊരു പനിയായിട്ട് പോയിട്ട് കഴിഞ്ഞാൽ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,000-3,000 ഉറുപ്പ്യ മേടിക്കുന്ന ടീമുണ്ട്. മനസ്സിലാക്കി നിങ്ങൾ. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളെ നന്നാക്കാനല്ല ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റല് ഒരാൾ പോലും ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ 10 നോമ്പെടുക്കുന്നവൻ്റെ ആശുപത്രി വരെയുണ്ട്. അവിടെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറവശാലിയാണ്. എന്നിട്ട് പിന്നെ ഇത് ഇളക്കുന്ന ഒരുത്തനെങ്കിലും ഇത് പറയാനുണ്ടല്ലോ. ഒരു കൈയിൻ്റെ എല്ല് പൊട്ടിയതുമായിട്ട് പോയി കഴിഞ്ഞാൽ അത് എക്സ്റേ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നെ ഒബ്സർവേഷൻ, പിന്നെ ചാർജ്, ടൈം നോക്കുക എങ്ങനെ 5 മണിക്കൂറായി 6 മണിക്കൂറായി, അതിനൊക്കെ പൈസ കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഇതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അല്ല നിങ്ങളെന്താ വിചാരിക്കുന്നത്? അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താണെന്നറിയാം, ഓരോരുത്തന്മാർ ഇവിടെ ഡോക്ടർ പഠിച്ചു വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി 50 ലക്ഷം 1.5 കോടി ഇതൊക്കെ കൊടുത്തിട്ടാണ്. തന്തമാരുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറാകാം. ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് പഠിച്ചാൽ പോരെ? കൊറോണ കാലത്ത് നമ്മൾ കണ്ടതല്ലേ എത്ര ആൾക്കാരുള്ള വുഹാനും മറ്റേ ഇടിയെല്ലാം പോയിട്ട് പഠിക്കുന്നത്. എന്തിനധികം പറയുന്നത് നമ്മളൊക്കെ എന്താ നമ്മളെക്കാട്ടിയും ദരിദ്രമായ രാജ്യത്ത് വരെ പോയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പഠിച്ച് ഡോക്ടറുമായിട്ട് വരുന്നവൻ പിന്നെന്ന് പറഞ്ഞാൽ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ചെയ്യുള്ളൂ. അവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അനന്തു വ്ളോഗ്സ് പറയുന്നത് കേട്ടു. എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഇവനൊരു ആവേശം മൂത്തിട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ഇതിന് 4,500 ഉറുപ്പ്യ എല്ലാവരുടെയും നോർമലാണ്. എൻ്റെ പൊന്നനന്തു 4,500 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറുതാകാം, പക്ഷേ ഒരു സാധാരണക്കാരന് എടുത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ചെറുതല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 4,500 ഉറുപ്പ്യൊന്നും നിങ്ങൾ പറഞ്ഞ ആ സാധനത്തിന് വേണ്ട, അതിനൊരു 2,500 അങ്ങാറ്റേ വേണ്ടുമെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് എനിക്ക്. അപ്പോൾ അവിടെ നല്ല പിന്നെ ഏതെങ്കിലും ഒരു ഡോക്ടർ 2 ലക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ട. നിങ്ങൾക്കൊരു ഉദാഹരണം കേൾക്കണം. ഒരു പല്ല് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ എത്തിയപ്പോൾ അയാൾ എന്ത് ചെയ്തു വെച്ചാൽ പല്ല് പൊരിക്കുന്നതിന് പകരം എന്നെ ഒരു വലിയൊരു പിന്നെ റൂമിൽ കൊണ്ടുപോയിട്ട് ആടെ ഇരുത്തിയിട്ട് ഒരു ടെലിവിഷൻ പോലത്തെ ഒരു സാധനം ഓൺ ചെയ്യുന്നു. എന്നിട്ട് എന്നോട് പറയാം നിങ്ങളുടെ പല്ലിൻ്റെ ഘടന ഇപ്പോഴും ഇങ്ങനെയാണുള്ളത്. ഞാൻ നോക്കുമ്പോൾ സ്പോഞ്ച് പോലെയാണ് ഇതുണ്ടാക്കിയാൽ. ആ ഒരു പരസ്യമില്ലേ, അതിൻ്റെ അകത്തില്ലേ നമ്മളുള്ള ഒരു ബായി ഇങ്ങനെ ഇതും വെച്ച് വെക്കുന്നത്, അതേപോലെയുള്ള കുറേ സാധനമൊക്കെ കാണിച്ചിട്ട് ഇതാണ് നിങ്ങളുടെ പല്ല് ഇങ്ങനെയുള്ളത്, ഇതിനെ റെഡിയാക്കണമെങ്കിൽ റെഡിയാക്കിയിട്ട് നിങ്ങളെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇത് റെഡിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ വേദനയുള്ള സാധനം ഒന്ന് പൊരിച്ചു തരുമോ ചോദിച്ചു. അത് പൊരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ പല്ല് കാണിക്കണം നിങ്ങളാ എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇങ്ങനെ ഇത് ക്ലാസ് കയറുന്നു. അപ്പം ഞാൻ ഈശ്വര ഭഗവാനെ വന്ന് പെട്ടല്ലോ ഈശ്വര, അപ്പുറത്തെ ഒരു ദന്ത ഡോക്ടറുണ്ട് അവിടെ പോയാൽ മതിയല്ലോ എന്ന് ആലോചിച്ചു. ഇത് വലിയ ആശുപത്രിയിൽ നിന്ന് കയറി അയാളോട് പറഞ്ഞു എൻ്റെ മഹാഭാബി എനിക്ക് ഈ പല്ലൊന്ന് പൊരിച്ചു തരുമോ, നീ ഞാൻ എൻ്റെ വീട്ടിൽ പോട്ടായിരുന്നു, എനിക്കൊന്ന് പല്ല് പൊരിച്ചാന്ന് പറഞ്ഞു. ഇയാൾ വിടുന്നേയില്ല. ഇയാൾ പിന്നെ ഈ റൂമിലിരുന്നിട്ട് ഞാൻ നോക്കുമ്പോഴെന്താ അറിയാം നമ്മളെ സംഗീത തിയേറ്ററിൽ പോയിട്ട് നമ്മൾ സിനിമ കാണുന്ന പോലെയാന്ന് നടന്ന്. ഞാൻ ഒറ്റയ്ക്കുണ്ട്, ഒരു സിസ്റ്ററും ഉണ്ട്, അതുപോലെ ഈ പഹയനാണെങ്കിൽ വലിയ ബഡ്ഡി എടുത്തിട്ട് ഇങ്ങനെ പഠിപ്പിക്കല. ഞാൻ പറഞ്ഞു എൻ്റെ മഹാഭാബി എൻ്റെ കയ്യിലാകെ 500 ഉറുപ്പ്യേ ഉള്ളൂ, ഇതൊന്ന് പൊരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ
എൻ്റെ പണിക്ക് പോയെന്ന് പറഞ്ഞായിരുന്നു. ഒരു തരത്തിൽ ഇയാൾ കേൾക്കത്തില്ല. ഇയാൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്നോട് ഈ മോണ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടത്തേക്ക് വെക്കുമ്പം ആ മോണി എടുത്തിട്ടാണ് നമ്മൾ മുകളിലത്തേക്ക് വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ക്ലാസ്. ഞാൻ പറഞ്ഞു എൻ്റെ ഏട്ടൻ സാറേ ഞാൻ വരാം, എനിക്ക് തിരക്കുണ്ട്. പോകാനായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എന്നെ വെളിയിൽ കൊണ്ടുവന്ന് അപ്പോഴും പല്ലുവേദന എടുത്തിട്ട് നമ്മളിങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കലാണ്. ഈ കുരിപ്പെന്ന് ഇത് പൊരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടാൻ കഴിയുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴേ അവനോട് ചോദിച്ചു ഇതിനെല്ലാം എത്രയാ പൈസ ചോദിക്കും. ഇത് 25,000 റുപ്യ. ഇപ്പം നമ്മൾ കുറവാന്ന് 25,000 റുപ്യ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ബോധാടെ പോയി. അപ്പോൾ അത് സിസ്റ്റർ വന്നിട്ട് കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഞാൻ പറഞ്ഞു 25 റുപ്യ എന്നല്ലല്ലോ പറഞ്ഞത്, 25,000 അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾക്കെന്നാ ജോലി? ഞാൻ പറഞ്ഞു ഒരു അത്താഴ പ്രശ്നക്കാരനാന്ന് ഞാൻ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം 18-നാവോ അയച്ചു. ഞാൻ പറഞ്ഞു 18 റുപ്യ എൻ്റെ അടുക്ക് എടുക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു എന്നാൽ ഒരു 15 ഇതിലപ്പുറത്ത് കുറക്കാൻ പറ്റില്ല, 13 ഉറപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഏട്ടൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങനെയല്ലോ കൂടി ആ മഹാഭാവീൻ്റെ അടുത്ത് ഞാൻ പല്ല് പൊരിച്ചിട്ട് രക്ഷപ്പെട്ടിട്ട് അവിടുന്ന് പിന്നെ നിങ്ങൾക്കറിയോ ഞാൻ മറ്റേ എന്നാൽ ബാങ്കിൽ നിന്ന് മറ്റേ നമ്മൾ ഇടുന്ന ഇൻസ്റ്റാൾമെൻറ്റിൽ ലോൺ എടുക്കൂലേ ഈ ബജാജ് എന്ന് നടന്നു ഇടുന്നല്ലോ, അവിടെ ലോൺ അടവ് തെറ്റിക്കഴിഞ്ഞ് ന്യൂമാർ വിളിക്കൂലേ, ഇതേപോലെ വിളിച്ചിട്ട് ശല്യപ്പെടുത്തൽ. ഞാൻ ഓൻ്റെ എടുക്കുന്ന പൈസ വാങ്ങിച്ച പോലെ എപ്പോഴാണ് നിങ്ങൾ ചികിത്സക്ക് വരുന്നത്? ഞാൻ പറഞ്ഞ ഞാനിപ്പോൾ ഇടിയില്ല, ഞാൻ ബാംഗ്ലൂരാണ്. ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബോംബെയിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കലാന്ന്. എന്നിട്ട് എന്ത് ചെയ്തു പിന്നെ എൻ്റെ മോനെ കൊണ്ട് എന്ത് ചെയ്തു ഒന്ന് മിമിക്രി കാണിക്കുവാനേ ആ ട്രെയിനിൻ്റെ അപ്പാടം ചായ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടു. അത്രത്തോളം അങ്ങനെയാണ് ഈ ഡോക്ടർമാർ. അയാൾക്ക് വല്ല ആവശ്യമുണ്ടോ? അയാൾക്ക് പറഞ്ഞാൽ അപ്പം അല്ലെങ്കിൽ പൊരിച്ച് തന്നാൽ പോരെ. അല്ലാതെ ഈ സിനിമയും കാണിച്ച് എന്നെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 റുപ്യ, 18,000 റുപ്യ, 13,000 റുപ്യ, 12,000 റുപ്യ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏതെങ്കിലും ഒരുത്തനാണെങ്കിൽ ഈ പല്ലിൻ്റെ പരസ്യം ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ മോനെ ഇതാൻ്റെ പല്ല് എന്ന് കണ്ടിട്ട് ബോധം കെട്ട് വീണ് അപ്പോൾ തന്നെ എന്നാണ് 25,000 റുപ്യ എണ്ണി കൊടുത്തേനെ. പക്ഷെ നമ്മൾ എണ്ണി കൊടുക്കാൻ നിന്നില്ല. അങ്ങനെ എത്ര ആൾക്കാർ ഇങ്ങനെ പറ്റിക്കുന്നുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതിൻ്റെ പൈസ ഇതാന്ന്, ഇതൊക്കെ കമ്മീഷനായിരിക്കും പറഞ്ഞ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നതാണ്. ഉള്ള കാര്യം എന്താ പറയുന്നത്, ആശുപത്രിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പോട്ടെ. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതാകണ്ട. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ ചില ആശുപത്രിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ചിലതല്ല മിക്കതെന്ന് പറഞ്ഞാൽ പൈസ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വരുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പിടിച്ചുപറി തന്നെയല്ലേ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. മിന്നാന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഏട്ടാ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്നാ മോനെ, ഞാൻ ഇന്ന പോലെ ഒരു ഹോസ്പിറ്റലാണ് ഉള്ളത്. ഞാൻ ചോദിച്ചു അതിനെന്താ പ്രശ്നം എന്നാന്ന്. എൻ്റെ അമ്മാവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ചാൽ അമ്മാവനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവർ പോലീസിൽ അറിയിച്ചത് കൊണ്ടുവരുമ്പോൾ തന്നെ മരിച്ചിനെന്നാണ്. പക്ഷേ ഇവരെ അറിയിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്തിയതിൻ്റെ ഇപ്പോൾ മരിച്ചതെന്ന കാര്യം പറഞ്ഞിട്ട് 10,000 റുപ്യേൻ്റെ ബില്ല് ഇവരുടെ അടുത്ത് കയ്യിൽ കൊടുത്തു പോലും. ആ 10,000 റുപ്യ നഷ്ടം. ഈ ബോഡിയും കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസ് ഇവിടത്തേക്ക് പോയത്, ഇവിടെ പരിഹാരത്തേക്ക് പോയത് നഷ്ടം. പിറ്റേന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അത് വിട്ടുകിട്ടുമ്പോഴും ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതെല്ലാം കൂടിയിട്ട് നല്ലൊരു തുക പാവങ്ങൾ എടുക്കുന്നത് ചിലവാക്കി. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചില ആൾക്കാരുണ്ട്. എന്നാൽ പിന്നെ ആദ്യമേ പറഞ്ഞാൽ പോരെ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മരിച്ചത് നമുക്ക് അറിയാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഇവരോട് എന്തിനാ 10,000 രൂപ മേടിച്ചതെന്ന് അവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഏത് മരുന്നിൻ്റെ പൈസ അവരോട് മേടിച്ചതെന്ന് അറിയില്ല. 10,000 രൂപ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ആകുക എന്ന് പറഞ്ഞ ഒരു വെള്ളത്തുണിയാണ് വേണ്ടത്. അത് 125 റുപ്യ 75 പൈസ കൊടുത്താൽ കിട്ടുമായിരുന്നു. അത് നിങ്ങൾ അതേ വേണ്ടൂ. അതിന് വേണ്ടിയിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് 10,000 റുപ്യേൻ്റെ ബില്ലാണ്. ഇങ്ങനെയാണല്ലോ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞെക്കി പിഴിഞ്ഞ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തി പേടിപ്പിച്ച് ഇങ്ങനെയൊക്കെയാണ് നടന്നത്. ഞാനെല്ലാം സത്യം പറയാലോ, ഉള്ള കാര്യം പറയാം, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ നമുക്കൊരു നെഞ്ഞെടുപ്പാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇപ്പം ഇതിനിടയ്ക്ക് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു അയാൾക്ക് അറ്റാക്കായിട്ട് ഇങ്ങനെ ഓ എന്ന് പറഞ്ഞ് വരവാന്ന്. അപ്പോൾ പിന്നെ ഇയാൾ പരിഹാരം എത്തുമ്പോൾ ബോർഡ് കണ്ടപ്പോൾ ഇയാൾ ഇങ്ങനെ തല്ലലാ വീടെ കയറ്റിന്ന്. പിന്നെ ഈ ആംബുലൻസുകാരൻ കണ്ട ഭാവം പോലും വെച്ചില്ല. ഓൻ മറ്റേ നിലവിളി ശബ്ദം ഇട്ടിട്ട് നേരെ കറങ്ങലാ. കാരണം വെച്ചാൽ അവനെന്തെങ്കിലും കിട്ടുന്നതായിരിക്കും പറഞ്ഞ്. അതുകൊണ്ട് അവനിങ്ങനെ കണ്ടിട്ട് ആ ഒരു പ്രൈവറ്റ് ആശുപത്രിൻ്റെ ബോർഡ് കണ്ടപ്പോൾ തന്നെ ഇവൻ്റെ പകുതി ബോധം പോയി പോലും പറഞ്ഞു. കാരണം എന്താ അറിയുക, അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോഴേക്ക് ഭാര്യയ്ക്ക് മാലിയില്ല, ഇവന് മാലിയില്ല, മക്കൾക്ക് സ്വർണ്ണമില്ല, ഈ സാധനമെല്ലാം പോയി നടന്ന്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് പിന്നെ ഈ നെഞ്ഞുവേനക്കടയിലും അയാളിങ്ങനെ മരണവിപ്ലവത്തിൽ അടിക്കുന്നു. ചത്താലും വേണ്ടിയില്ല, അങ്ങോട്ട് കൊണ്ടുപോകല, അന്ന് പരിഹാരത്ത് കയറ്റി നിന്നാലും കയറ്റത്തില്ലായിരുന്നു. ഇതാണ് സ്ഥിതിയടോ. അത് നിങ്ങൾ മനസ്സിലാക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട്, 5 പൈസ ഇല്ലാതോ ഭാഗ്യവാനാണ്. കാരണം എന്താ അറിയുക, അവർ ഗവൺമെൻറ് ആശുപത്രിയോ ഇല്ലെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജോ അവിടെയേ അവർ കാണിക്കുള്ളൂ. ശരിയാണ്, നമ്മളെ നാട്ടിലെ സർക്കാർ ആശുപത്രിയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് പിടിച്ചു പറിക്കൂല. അവിടെ ഞാൻ എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടന്മാരും നല്ലവരും ഉണ്ട്. പക്ഷേ ചില ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറിയിട്ട് നമുക്ക് തരുന്ന ഇതുണ്ട്, ആ ഒരു മര്യാദ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആശുപത്രി സംവിധാനങ്ങൾ മാറണം. പക്ഷേ അത് മാറാൻ ആരും സമ്മതിക്കത്തില്ലടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ പ്രൈവറ്റ് ആശുപത്രി ഇല്ലെങ്കിൽ ഇവിടെ എന്ത് പൈസ ഉണ്ടാവുക? ഇവിടെ ആർക്കാ പൈസ ഉണ്ടാവുക? എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ പൈസയല്ലേ.
എന്തും ഇപ്പോൾ ഒരു ഉത്സവം നടക്കുമ്പോൾ തന്നെ പിരിവിന് പോയി കഴിഞ്ഞാൽ അവർ 5000 കൊടുക്കും, രാഷ്ട്രീയ പാർട്ടികൾ പോയി കഴിഞ്ഞാൽ 5000 കൊടുക്കും. അങ്ങനെയെല്ലാം ആകുമ്പോൾ അവരെ ഭാഗത്തിലെ ആൾക്കാർ നിൽക്കുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങൾ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂഷണത്തിനും അല്ലെങ്കിൽ ഇങ്ങനെ അടിമപ്പെടാൻ വിധിച്ചവരാണ്. നമ്മളെല്ലാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവൻ്റെ വിലയല്ലേ, ഈ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ളതാണ്. അത് ഭർത്താവാകാം, ഇല്ലെങ്കിൽ മക്കളാകാം. ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ നമ്മളെന്താ ചെയ്യാറിയാം, കടപ്പാടം വിറ്റിട്ടായാലും ചികിത്സിക്കുന്ന അവർക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ പകുതി ആൾക്കാർ ഇന്ന് നശിച്ചു പോയത് എന്തുകൊണ്ടാണ്? ഈ ചികിത്സാ രംഗത്തുള്ള ഇതുകൊണ്ട് തന്നെയാണ്. അതായത് ഭീമമായ തുകയാണ് ഇവർ ചികിത്സക്ക് വേണ്ടി വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ കടക്കാരെ നോക്കിയാൽ മതി, ജപ്തിയായിട്ടുള്ള ആൾക്കാർ ഇപ്പം തന്നെ എൻ്റെ മൊബൈലിലേക്ക് ഒരു ഇത് വന്നു, 1 മണിക്കൂർ മുമ്പാണ് വന്നത്. അയാൾ ഭാര്യയ്ക്ക് സുഖമില്ലായിട്ട് എടുത്ത ലോണാണ്. അങ്ങനെ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടക്കാരായത് നമ്മുടെ ഈ വർദ്ധിച്ചു വന്ന ഈ ആശുപത്രികൾ കൊണ്ട് തന്നെയാണ്. 2000-ന് മുന്നേ വരുന്ന ഇവിടെ ഇത്രത്തോളം ആശുപത്രി അന്നേരം ചോദിക്കും അന്നൊക്കെ രോഗം ഉണ്ടായിരുന്നോട്ടോ, അന്ന് രോഗവും ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആശുപത്രി കൂടുന്നതനുസരിച്ച് പറഞ്ഞാൽ ഇവിടെ രോഗികളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന നല്ല നല്ല ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ആശുപത്രികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പിരിവ് നടത്തിയാലും കുഴപ്പമില്ല. ഇപ്പോഴും നമ്മളെ കുറേ ആൾക്കാർ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് കോടികൾ വിരിക്കുന്നില്ലേ? അങ്ങനെയുള്ള കോടികൾ വിരിപ്പിച്ച് ഒരു 400-500 കോടി ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ആശ്രയമാകും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവ വേറെ ബിസിനസ്സൊന്നും നടക്കൂല. ഞാൻ പറഞ്ഞല്ലോ, ഈടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പുരോഹിതന്മാരായാലും അതുപോലെ തന്നെ സന്യാസിമാരായി കഴിഞ്ഞാലും പിന്നെ 30 നോമ്പെടുക്കുന്ന ആളായി കഴിഞ്ഞാലും ഇവരുടെയൊക്കെ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഇവർ എല്ലാവരും ബ്ലേഡ് ഇങ്ങനെ വെക്കും എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ ദൈവത്തിൻ്റെ അടുക്ക പോയിട്ട് ഭയങ്കര ഭക്തരാണ്, പക്ഷേങ്കിൽ നല്ല പൈസയാണ് വാങ്ങിക്കുന്നത്. അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ശാപമെന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഇത് പിന്തുണയ്ക്കരുത്. ഇപ്പോൾ ആ ഡോക്ടർ പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ ആ ഡോക്ടർക്ക് കൃത്യമായിട്ട് ഉള്ള അറിവുണ്ടാവില്ല ഇങ്ങനെ ആൾക്കാരെ കൊല്ലുന്നത്. അതാണ് നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം. അതായത് നിങ്ങൾക്ക് പിന്നെ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ അത് ഇടണം നിങ്ങൾ. നന്ദി, നമസ്കാരം.